നമുക്ക് സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് തന്ന വലിയ കൃപകൾക്കായി നമ്മുടെ ജീവിതത്തിൽ വന്നതായ കഷ്ടതകളും ഭാരങ്ങളും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കണ്ണുനീരുകളും ആകട്ടെ, കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്തുമ്പോൾ എൻ്റെ വേദനകളെല്ലാം മാറ്റി അവൻ എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. ആമേൻ. നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നമ്മെ തന്നെ നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ മാറുവാൻ യേശുവിനോടുകൂടെ നമുക്ക് അപേക്ഷിക്കാം. ഹൃദയം നുറുങ്ങുമ്പോഴും മനസ്സു തകരുമ്പോഴും യേശു എൻ്റെ ചാരത്തുണ്ട്, യേശു എൻ്റെ ചാരത്തുണ്ട്. ഈ ഉപവാസത്തിൻ്റെ ഈ സമയ സന്ധ്യയോടടുക്കുമ്പോൾ നമ്മൾ ഹൃദയ നുറുക്കത്തോടുകൂടെയാണോ ഭവനത്തിൽ നിന്ന് വന്നത്? നമ്മൾ അനുഭവിക്കുന്ന ഈ കണ്ണുനീരുകള്, വേദനകളെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമ്പൂർണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശു എൻ്റെ രക്ഷകനാണ്, യേശു എന്നെ ശക്തീകരിക്കും. പിതാവേ, എൻ്റെ ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവേ, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലപ്പാ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയില്ല പിതാവേ. നീ തന്നെ എനിക്കൊരു ആലോചന പറഞ്ഞു തരണം. യേശുവേ, നീ തന്നെ എനിക്കൊരു ബുദ്ധി പറഞ്ഞു തരണം. കർത്താവിനോടുകൂടെ നമുക്ക് പറയാം. നമുക്ക് സ്വയമായി ചിന്തിക്കുവാനോ തീരുമാനം എടുക്കുവാനോ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ ഈ ഗാനത്തോടുകൂടെ ചേർന്ന് കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങളെ നമുക്കിപ്പോൾ പറയാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങളെ നമുക്കിപ്പോൾ പറയാം. ഹല്ലേലൂയ. യേശുവേ, ജീവിതത്തിൽ സമാധാനവും അനുഗ്രഹത്തെയും ഹൃദയമൊരുക്കത്തോട് മനഭാരത്തോടുകൂടെ നമ്മുടെ ഓരോരുത്തരുടെ മേലും
എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാനം, യേശുവിനോട് സംസാരിക്കും. എല്ലാ തോൽവികൾക്കും നാദാനം, എന്റെ മുഖം കാണുവാനത് നിമിത്തമായി എല്ലാ കണ്ണുനീരിലും നാദാനം, എന്റെ ഭാഗ്യമായ ഇടയായി മുള്ളുകളിൽ പനിനീർ ചോദരയൽ ചൂളയൽ പൊന്നുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവേ, ഈ ഉപവാസത്തിന്റെ 50-ാം ദിവസം ഞാനിന്ന് കണ്ണുനീരോടാണ്. യേശുവേ, ഉപവാസത്തിന്റെ ഈ ദിവസത്തിൽ എന്റെ ഹൃദയവേദനയെ ഞാനിത് തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയവേദനകളെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയവേദനകളെ കർത്താവിന്റെ മുൻപിൽ നമുക്കിപ്പോൾ പകരാം. ആമേൻ, ആമേൻ. നമ്മുടെ ഹൃദയത്തിലെ വേദന കാണുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയെ അറിയുവാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനുമില്ല. യേശു പറയുന്നു, ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കാം. യേശു പറയുന്നു, ഞാൻ നിന്റെ ഹൃദയ വേദനയെ ഇതാ അറിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നില്ലയോ? യേശുവേ, ഞാൻ രാപ്പകൽ അധ്വാനിച്ചിട്ടും, യേശുവേ, ഞാൻ രാപ്പകൽ അധ്വാനിച്ചിട്ടും എന്റെ ആയുസ്സിൽ ഇത്ര നാളുകളായിട്ടും എനിക്കൊരു സുഖമോ സന്തോഷമോ അനുഭവിപ്പാൻ കഴിയുന്നില്ല. അപ്പാ, കർത്താവിനോട് പറഞ്ഞിട്ട്, ഭവനം മദ്യപാനത്തിന്റെ നടുവിലാണോ? പലവിധമാകുന്ന ലഹരികൾ നിന്റെ ഭവനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ? യേശുവിനോട് പ്രാർത്ഥിക്കുക. അവൻ പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന അമേൻ പിതാവിനോടുകൂടെ നീ പ്രാർത്ഥിക്കുക. ഓ, ആ പിതാവ് ഇപ്പോൾ നമ്മുടെ അടുക്കലുണ്ട്. നമ്മുടെ രഹസ്യത്തിൽ, നമ്മുടെ ഹൃദയമാകുന്ന മനസ്സിൽ നിന്ന് രഹസ്യങ്ങൾ അമ്മേ പുറത്തു വരട്ടെ. യേശുവിനോട് പറയുക, യേശുവേ, നീ എന്നെ രക്ഷിക്കണമേ അപ്പാ. കണ്ണുനീര് തൂകുമ്പോൾ കണ്ണുനീരുകളെ തുടയ്ക്കുവാൻ, മനസ്സു തകരുമ്പോൾ മാറോടുകൂടെ അണയ്ക്കുവാൻ, സകലതും നഷ്ടപ്പെടുമ്പോൾ സമൃദ്ധിയായി എനിക്ക് തരുവാൻ യേശു കർത്താവുണ്ട്. യേശു കർത്താവുണ്ട്. ആമേൻ. യേശു കർത്താവുണ്ട്. മകനെ, മകളെ,
നീ എന്തിനു ഭയപ്പെടുന്നു? ഞാൻ നിന്റെ ദൈവമല്ലയോ? ഞാൻ നിനക്ക് വേണ്ടിയല്ലയോ ക്രൂശിന്മേൽ കയറിയതാ? മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് നിന്റെ വിടുതലിന് വേണ്ടിയിട്ടല്ലയോ? ഹല്ലേലൂയ. ആ വിടുവിക്കുന്ന യേശു നമ്മുടെ അടുക്കലുണ്ട്. നമുക്ക് എണീച്ചു നിൽക്കാം, ആ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മനോവേദനകളെ കാണുന്ന ഒരു യേശു ഇവിടെ ഉണ്ട്. എന്റെ ജീവിതത്തിലെ ബലഹീനതകൾ അറിയുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിന്റെ ഹൃദയങ്ങളെ ശോധന ചെയ്തറിയുവാൻ കർത്താവ് അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നമ്മുടെ നടുവിൽ ഇത് അയക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ നടുവിൽ അയക്കപ്പെടുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ ഹൃദയങ്ങളെ ഇതാ തൊട്ട് മനസ്സിലാക്കുന്നു. എന്റെ ഹൃദയങ്ങളെ തൊട്ട് മനസ്സിലാക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളത്തിൽ ഇരിക്കുന്നതായ ബലഹീനതകളെ ഇത് പുറത്താക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, നീ സൗഖ്യമാക്കി രക്ഷിച്ചു വിടുവിക്കണമേ. നമ്മുടെ കരങ്ങളെ അടിച്ച് അത് ശക്തിയായി പാടുന്നു. എന്റെ ഉള്ളങ്ങളെ അറിയുന്ന കർത്താവിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളെ ഇപ്പോൾ തൊട്ട് അവയെ വിടുവിക്കുന്നു. തുളച്ചു കയറുന്നതായ അവസ്ഥകളാണ്, ഹൃദയത്തിൽ തുളച്ചു കയറുന്നതായ അവസ്ഥകളാണ്, ക്ഷീണങ്ങളാണ്, ഭാരങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ചൈതന്യം നൽകണം ചൈതന്യം യേശുവിന്റെ നാമത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ മേൽ ഇടപെടിക്കണം. യേശുവിന്റെ
പരിശുദ്ധ പിതാവേ, സകല മക്കളുടെ മേൽ നിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നതിനായി സ്തോത്രം. ദോഷവും ശാപവും നമ്മുടെ ഓരോരുത്തരുടെ മേൽ നിന്ന് മാറ്റപ്പെടട്ടെ. സർവശക്തനായിരിക്കുന്ന യേശു, സകലത്തിന്റെ മേലും അധികാരമുള്ള യേശു, നമ്മുടെ മേൽ അവന്റെ ജീവൻ വച്ചിരിക്കുന്നതായ കർത്താവ്, ഇപ്പോൾ അവന്റെ അഭിഷേക ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് രോഗാത്മാക്കൾ മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ മനസ്സു തകരുന്നതായ അവസ്ഥയിലാണ് നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ മാനസികമായി തളർത്തുന്ന വിഷയത്തിന്റെ മേൽ കർത്താവ് ഒരു വിടുതൽ തരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഭവനം ഭംഗിയാകണം. നല്ലൊരു ഭവന ജീവിതം എനിക്ക് നടത്തണം. എനിക്ക് നല്ലൊരു ഭവനം പണിയണം. ഹല്ലേലൂയ. എന്റെ ഭവനത്തിന്റെ പണികളെല്ലാം എത്രയും പെട്ടെന്ന് തീരണം. ആമേൻ. യേശുവിനോട് പറഞ്ഞിട്ട ഇന്ന് നല്ലൊരു കുടുംബം കർത്താവ് തരുവാൻ പോകുന്നു. നിങ്ങളുടെ ഭവനത്തിന്റെ പണികൾ കർത്താവ് തീർക്കുവാൻ പോകുന്നു. ഭവനമില്ലാത്തവർക്ക് കർത്താവ് ഒരു ഭവനം തരുവാൻ പോകുന്നു. എന്റെ ഭവനത്തിലെ സകല ദോഷങ്ങളും മാറി. ഓ ഹല്ലേലൂയ. നീ ചെയ്യുവാനുള്ള പണികളെല്ലാം ചെയ്തു തീർക്കുവാനുള്ള മുഖാന്തരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തെ, ആമേൻ, നിന്റെ ഭവനത്തെ നശിപ്പിക്കുന്ന, നിന്റെ ഭവനത്തെ നശിപ്പിക്കുന്ന ശാപത്തിന്റെ ശക്തികൾ ഇപ്പോൾ നമ്മുടെ ഭവനം വിട്ട് മാറട്ടെ. ഹല്ലേലൂയ. നല്ലൊരു ഭവന ജീവിതം എനിക്ക് നയിക്കണമെന്നുണ്ടോ? എന്റെ ഭവനത്തെ നശിപ്പിക്കുന്ന ശാപം ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ദോഷവും ശാപവും എന്റെ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടപ്പാ. ആമേൻ. ജീവിതത്തിൽ എനിക്ക് വലിയൊരു വിടുതൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഈ കാലത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങുവാൻ പോകുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കാലത്തിൽ എന്റെ മേൽ ഇറങ്ങും. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി വീട് പിടിച്ചു കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി സർവശക്തനാണ് യേശുവേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ. യേശു മതിയായവൻ, യേശു മതി, സ്നേഹം മതി, ദോഷം മതി, യേശു മതി, ജീവൻ മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, സ്നേഹം മതി, ദോഷം മതി എനിക്ക്. യേശു മതി, ജീവൻ മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു ആവശ്യത്തിന്
Hallelujah.
നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ബന്ധനങ്ങൾ പുറത്തു വരട്ടെ. നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ ഇറങ്ങുന്നു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ ഇറങ്ങുന്നു. The Holy Spirit, the Holy Spirit, the Holy Spirit, the Holy Spirit, the name of Jesus Christ, the name of Jesus Christ, the name of Jesus Christ. നിങ്ങളുടെ മേൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അഗ്നി കത്തുന്നു. ഇത് അഗ്നി ഇറങ്ങുന്നു. ബന്ധനങ്ങൾ എരിക്കുന്ന അഗ്നി ഇറങ്ങുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തെ നശിപ്പിക്കുന്നതായ ബന്ധനത്തെ കർത്താവിനെ തൊടുന്നു. The Holy Spirit, the Holy Spirit, the Holy Spirit. നിങ്ങളുടെ ഭവനങ്ങളെ നശിപ്പിക്കുന്ന ശാപമഴിയട്ട. നിങ്ങളുടെ ഭവനങ്ങളെ നശിപ്പിക്കുന്ന ശാപമഴിയട്ട. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഊടാടി സഞ്ചരിക്കുന്ന അഗ്നിശക്തികൾ അഴിഞ്ഞു മാറട്ട. The Holy Spirit. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇതാ വലിയ വിടുതൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഇതാ വലിയ വിടുതൽ. ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഓരോ വ്യക്തികളുടെ അടുക്കലേക്ക് അവന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ തൊടുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ ഇതാ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വാസം ചെയ്യുന്നതായ ബന്ധനങ്ങളെ ഇതാ പുറത്തു കൊണ്ടുവരുന്നു. The Holy Spirit, the Holy Spirit. നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്നതായ പൈശാചികങ്ങൾ ഇതാ പുറത്തു വരുന്നു. നിങ്ങളുടെ ജീവിതങ്ങളെ നശിക്കുന്ന പൈശാചിക ശക്തികൾ ഇപ്പോൾ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ബന്ധനങ്ങളെ നശ്രേനാകുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ബന്ധനങ്ങൾ ഇപ്പോൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അവന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നു. ഇതാ ഹല്ലേലൂയ. നിങ്ങളുടെ തൊടുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ ഇതാ തൊടുന്നു. The Holy Spirit. ബന്ധന ശക്തികൾ ഇപ്പോൾ മുൻപിൽ വരട്ടെ. ഹല്ലേലൂയ. ബന്ധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മുൻപിൽ വരട്ടെ. ആമേൻ. നിങ്ങളുടെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇതാ ഇറങ്ങുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ഉള്ളങ്ങളെ തൊടുന്ന കർത്താവ്. ആമേൻ. നിന്റെ ചിന്തകളെയും ചിന്താഗുണങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ശാപം ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ ഇതാ പുറത്തു വരുന്നു. ഹല്ലേലൂയ. The Holy Spirit, the Holy Spirit. നിങ്ങളുടെ ഉള്ളങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഇതാ വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ മാനസികമായി തളർത്തുന്ന അവസ്ഥകള് യേശുവിന്റെ നാമത്തിൽ ഇത് അഴിയുവാൻ പോകുന്നു. ഇത് അഴിയുവാൻ പോകുന്നു. ബന്ധനങ്ങളെ ഇവിടെ മുൻപിൽ വാ. ഹല്ലേലൂയ. The Holy Spirit. യേശുവിന്റെ നാമത്തിൽ ഇതാ കൽപ്പിക്കുന്നു. ബന്ധനങ്ങൾ മുൻപിൽ വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലിരിക്കുന്ന അനർത്ഥ ശക്തികൾ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. ശാപവും ദോഷവും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. The Holy Spirit, the Holy Spirit, the name of Jesus Christ. ബന്ധനം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിബന്ധന ശക്തികളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുകയും ദേശത്തിൽ ഭൂതങ്ങൾ ശരീരങ്ങൾ വിട്ടു മാറിയതുപോലെ ഇപ്പോൾ ഈ ശരീരങ്ങളുടെ മേൽ നിന്ന് ഈ ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു പോ. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നീ മുട്ടുമടക്ക. മടക്ക. യേശുവിന്റെ നാമത്തിൽ മടക്കു ബന്ധനങ്ങളെ. യേശു നിന്റെ മേൽ ഇതാ വ്യാപരിക്കുന്നു. അവന്റെ മുൻപിൽ നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. കർത്താവ് ഇവിടെ അഗ്നിയായി ഇറങ്ങിയിരിക്കുന്നു. ഓരോ വ്യക്തികളുടെ മേലും അഗ്നിയായി ഇറങ്ങുന്നു. നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്നതായ ശാപം അഴിയുന്നു. The Holy Spirit. ആമേൻ, ആമേൻ, ആമേൻ. ശാപശക്തികളെ യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വാ.
യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിനോടുകൂടി നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഹൃദയം തളരുന്ന അവസ്ഥകൾ മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളും രക്ഷകളും ഇപ്പോൾ നടക്കുവാൻ പോകുന്നു. ആമേൻ. നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവേ, ഈ ശരീരങ്ങൾ ഇപ്പോൾ നിന്റെ വകയായിത്തീരുന്നു, നിന്റെ വകയായിത്തീരുന്നു. യേശുവിന്റെ നാമത്തിൽ നീ കാൽ മടക്ക. യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്ക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നീ കാൽ മടക്ക. ആമേൻ. യേശു നിന്റെ മേൽ ഇറങ്ങുന്നു. ഒരു അഭിഷേക കൃപ നിന്റെ മേൽ ഇറങ്ങുന്നു. അഭിഷേക കൃപ നിന്റെ മേൽ ഇറങ്ങുന്നു. നമ്മുടെ ഓരോരുത്തരെയും കർത്താവിത തൊട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരെയും കർത്താവിത തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു വിടുതലിന്റെ സൗഖ്യം. ബന്ധനം ഇതാഴിയട്ട. രോഗാത്മാക്കൾ പുറത്തു പോകട്ടെ. നിങ്ങളുടെ മേലിരിക്കുന്ന രോഗാത്മാക്കൾ മാറട്ടെ. ശരീരം ക്ഷീണിക്കുന്ന അവസ്ഥകൾ, ശ്വാസം മുട്ടലിന്റെ അവസ്ഥകൾ, ഞാടി ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥകൾ, ആമേൻ, ഉദര സംബന്ധമാകുന്ന രോഗങ്ങൾ, രഹസ്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്താകട്ടെ. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. വിടുതൽ, വിടുതൽ പ്രാപിക്കട്ടപ്പ. ആമേൻ. വലിയൊരു സൗഖ്യം ഇതായി ഇറങ്ങിയിരിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവോട് ചേർന്നിരുന്നത് എത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ. ആശതന്റെ കൂടെ ആശതന്റെ കൂടെ യേശുവോട് ചേർന്നിരുന്നത് ജീവിക്കുന്നത് എന്റെ പാപമെല്ലാം യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടനിക്കൊരുക്കിടുന്നവൻ കൈകളാക്കി യേശുവോട് ചേർന്നിരുന്നേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. നല്ലവനെ വല്ലവനെ കൊണ്ടുപോകണേ, നല്ല തീർക്കനെന്ന് വന്നു ചേർന്നിടുമെന്നേ. തുല്യമില്ല മോദത്തോടു വീണകളെ, തുല്യമില്ല മോദത്തോടു വീണകളെ. ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനാ, ഹല്ലേലൂയ ഗാനം പാടി പാടിടുവാനാ. നമ്മുടെ പ്രാർത്ഥനകളും കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സകലർക്കും ഇരിക്കാം. അല്പസമയം നമ്മുടെ ചിന്തകളെ വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 5 മുതൽ ചില വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുചെല്ലാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് നിന്നുകൊണ്ട് ആമേൻ പ്രാർത്ഥിക്കുന്നു. തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവർ ഇഷ്ടപ്പെടുന്ന അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ആരോട് ചോദിച്ചാലും നമ്മൾ പറയും, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും എന്റെ ജീവിതത്തിൽ അത് കിട്ടി എന്ന് പറഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ. കിട്ടുമോ കിട്ടുകയില്ലയോ എന്ന അവിശ്വാസത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കരുത്. ഞാൻ ചോദിച്ചത് കർത്താവ് എനിക്ക് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ചില വിശ്വാസികളുണ്ട് അമിത വിശ്വാസം നടിച്ചു നടക്കുന്നവർ. ആമേൻ. അവർ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അവർ ഇഷ്ടപ്പെടും. ആമേൻ. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, നമ്മളെല്ലാം ക്രിസ്തുവിനെ അറിയുന്നവരാണ്, യേശുവിനെ അറിയുന്നവരാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ പഠിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങൾ ഒരുവനെ ക്രിസ്തുവിലാക്കി കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവന്റെ സ്ഥാനം വലുതാണ് എന്നാണ്. സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരുവനെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് വളരെ ഭാരപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ചില സമയങ്ങളിൽ ചിലർ എന്തു ചെയ്യും, ബസ് യാത്ര ചെയ്യുമ്പോൾ നമ്മളോട് സുവിശേഷം പറയുന്നവരുണ്ട്. ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബസ്സിൽ യാത്ര ചെയ്ത ഏതെങ്കിലും വിശ്വാസികൾ അടുത്ത് വന്നിരുന്ന് യേശുവിനെ പറഞ്ഞു കളയും. ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ എപ്പോഴും യേശുവിനെ പറഞ്ഞു കളയും. ഹല്ലേലൂയ. പരിസരം നോക്കാതെ പലപ്പോഴും പലരും യേശുവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. എന്തിനാ? ഒരുവനോടുകൂടെ എപ്പോഴും സുവിശേഷം പറയണമെന്ന് പറഞ്ഞ ആഗ്രഹത്തിലാണ് ഇത് ചെയ്യുന്നത്. ചില വർഷത്തിന് മുൻപ് ഞാൻ ഒരിക്കൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ട്. പുള്ളിക്കാരനെ കണ്ടാൽ അറിയാം പാസ്റ്ററാണ്. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, വെള്ളയും ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പിൽ നിൽക്കുക. അപ്പോൾ ബസ്സിന്റെ ബാക്കിൽ ആള് കയറുമ്പോൾ കണ്ടക്ടർ പറയുകയാണ്, ആ സെന്ററിൽ നിൽക്കുന്ന അപ്പച്ചൻ ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് നീങ്ങിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പച്ചൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോ വീണ്ടും പറയുന്നു, അപ്പച്ചാ നിങ്ങളൊന്ന് ആ കൈ എടുത്തേച്ച് ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങി നിൽക്കുക. അപ്പച്ചന് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അപ്പച്ചൻ പറയുന്നു, സ്വർഗത്തിൽ നീ പോകണമെങ്കിൽ കർത്താവിന്റെ മുൻപിൽ നീ ആദ്യം വാങ്ങും. ബസ്സിനകത്ത് എന്ന് പറയുന്നതാണ്. ബസ്സിൽ സ്ഥലമില്ല, അപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നീ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം കർത്താവിന്റെ മുമ്പിൽ നീ വാങ്ങും. ഹല്ലേലൂയ. അവിടെ കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. യഥാർത്ഥത്തിൽ ഇവൻ ഒരു ക്രിസ്തുവിനെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്രത്തോളം നീങ്ങി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നീങ്ങി നിൽക്കുമ്പോ ഈ ബസ്സിനകത്തിരിക്കുന്ന സകല ജനങ്ങൾക്കും അയാളുടെ മേലൊരു ഇത് വരും. ആമേൻ. നോക്കുക, പുള്ളിക്കാരൻ ഒരു ഭാഷയല്ലേ, എത്രത്തോളം നീങ്ങാൻ പറ്റുമോ അത്രത്തോളം നീങ്ങി നിൽക്കുന്നു. ദൈവത്തിന്റെ നാമം ഉയരപ്പെടുന്നു. ഹല്ലേലൂയ. ഞാന് നമ്മുടെ CSA പള്ളിയിൽ ഇരുന്നതിന് ശേഷം എന്റെ വീട്ടിൽ രണ്ടുപേര് സുവിശേഷം പറയാൻ വന്നു. രണ്ടുപേര് എന്നോട് സുവിശേഷം പറയുകയാണ്. എന്നോട് ചോദിച്ചു, എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇപ്പോൾ വർക്കറാണ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ സുവിശേഷം പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ടേ മതിയാകത്തുള്ളൂ, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചേ മതിയാകത്തുള്ളൂ, നിങ്ങൾ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ മാത്രമാണ് വിശ്വാസികൾ, ബാക്കിയുള്ള ആരും വിശ്വാസത്തിലുള്ളവരല്ല. നിങ്ങൾ ഏത് സഭയിൽ പോകുന്നു എന്നുള്ളതല്ല വിഷയം, യേശുവിനെ സ്വീകരിച്ചിരിക്കുക. ഹല്ലേലൂയ. ഏത് സഭയിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക, പക്ഷേ യേശുവിനെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുകയും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. CSA പള്ളിക്കാർ പറയും, CSA പള്ളിയിൽ മാത്രമേ യേശു ഉള്ളൂ,
കത്തോലിക്കക്കാർ പറയും കത്തോലിക്കയിൽ മാത്രമാണ് അവരുടെ ആരാധനയാണ് ശരി. പെന്തക്കോസ്തുകാർ പറയും ഈ ആരാധനയൊന്നും അല്ല ശരി, യഥാർത്ഥ ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ നമ്മളാണ്. സെവന്ത് ഡേക്കാർ പറയും ശബത്ത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. ശരി തന്നെയാണ്, ശബത്ത് ശനിയാഴ്ച തന്നെയാണ്. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾ ആരാധിക്കുന്ന ആരാധനയാണ് ശരി. സാൽവേഷൻ ആർമിക്കാർ പറയും ഈ മറ്റുള്ള ആരാധനയൊന്നും അല്ല, ഞങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധനയാണ് ശരി. ഹല്ലേലൂയ. മറ്റുള്ള ഡിനോമിനേഷനുകൾ ഏതൊക്കെ ഉണ്ടോ എല്ലാ പേരും പറയും ഞങ്ങളുടെ ആരാധനയാണ് ശരി. ഹല്ലേലൂയ. ഏത് ആരാധനയാകട്ടെ, നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ CSA എന്നോ പെന്തക്കോസ് എന്നോ RC എന്നോ സാൽവേഷൻ ആർമി എന്നോ സെവന്ത് ഡേ എന്നോ ഒന്നുമല്ല വിഷയം. ഏതു സഭയിലായിരുന്നാലും യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലം എനിക്ക് കിട്ടി എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ചോദിക്കുന്നത് അവൻ നിനക്ക് തരും. ഹല്ലേലൂയ. അല്പവിശ്വാസികൾ ചെയ്യുന്നതാണ്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർ വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആമേൻ. ദൈവാലയത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ദൈവാലയത്തിന്റെ നടുവിലാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. ആമേൻ. അന്യഭാഷയും പല പ്രവചനപരത്തോടും കൂടി അതിശക്തിയായി പ്രാർത്ഥിക്കും. പക്ഷേ ആ ദൈവാലയത്തിന്റെ ഒരു മൂലയിൽ വന്നിരുന്ന് എണീച്ചു പോകുന്ന ആ വ്യക്തിയുടെ വിശ്വാസം പോലും കാണത്തില്ല ഈ ദൈവാലയത്തിനകത്ത്. ആമേൻ. ഓരോ പ്രാർത്ഥിക്കുന്നവർക്ക്, ആമേൻ, തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ആരുടെ പ്രാർത്ഥനയിലാണ് കർത്താവ് ആമേൻ വിടുതൽ തരുന്നത്? വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക്. ആമേൻ. എന്റെ ചേട്ടൻ സഭയിലെ അച്ഛനാണ്. ആമേൻ. പുള്ളിക്കാരൻ കുറെ വർഷത്തിന് മുൻപ് അവരുടെ പള്ളിയുടെ തൊട്ടു ബാക്കില് ഒരു അക്രൈസ്തവ ഭവനമാണ് അടുത്തിരിക്കുന്നത്. ആ ഭവനം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ചുവർ ഒരല്പ വ്യത്യാസത്തിലാണുള്ളത്. ആ ഭവനം വിൽക്കുവാൻ സമയമായപ്പോ പള്ളിയിൽ ആദ്യം വന്ന് ചോദിക്കുകയാണ്, അച്ചോ എന്റെ വീടും സ്ഥലവും വിൽക്കുവാൻ പോവുകയാണ്. അന്ന് പള്ളിക്ക് വീടില്ല. നമ്മുടെ ഈ ചുവരിന് അത്ര വ്യത്യാസമേ ഉള്ളൂ വീടും പള്ളിയും തമ്മിൽ. വിൽക്കുവാൻ പോവുകയാണ്. പള്ളിക്ക് വേണമെങ്കിൽ ഞങ്ങൾ പള്ളിക്ക് തരും, എന്നിട്ടേ വേറെ വീട് വിൽക്കത്തുള്ളൂ. അപ്പോ പള്ളിക്കാരെല്ലാം കൂടി തീരുമാനിച്ചിട്ട് പറഞ്ഞു അത് നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആ ഭവനത്തിൽ അഡ്വാൻസ് കൊടുക്കുവാൻ വേണ്ടി ഇവർ പോവുകയാണ്. പോകുന്ന സമയത്തില് പള്ളിയോട് ചേർന്നിരിക്കുന്ന ആ റൂമിൽ കൊണ്ടുപോകുമ്പോൾ അഡ്വാൻസ് വാങ്ങുന്നു. അതിനകത്ത് നോക്കുന്ന സമയം ജീസസിന്റെ ഒരു ഫോട്ടോ അതിനകത്ത് ഇരിപ്പുണ്ട്. അതിനകത്ത് ഒരു സഭ പോലെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. അവിടെ ഇരിക്കുന്നു. അവർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ സഭയിൽ ആരാധന തുടങ്ങുമ്പോൾ ഈ റൂമിനകത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും, പ്രസംഗവും കേൾക്കുന്നുണ്ട്. ആരാണ് വിശ്വാസി? ദൈവാലയത്തിനകത്ത് വന്ന് ഓരോരം പ്രാർത്ഥിക്കുന്നവന്റെ ഉള്ളിൽ വിശ്വാസമില്ല. പക്ഷേ ദൈവാലയത്തിനകത്ത് ഒരുവൻ വന്നിരുന്ന് നീറുന്ന കണ്ണുനീരോടുകൂടെ അവൻ വിതുമ്പി പ്രാർത്ഥിച്ചു വിടമിട്ട് എണീച്ചു പോകുമ്പോൾ ദൈവാത്മാവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും അവന്റെ മേൽ വിടുതലയക്കുന്നു. കർത്താവ് പറയുന്നു, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥന വരമുള്ളവനാണ്, പ്രസംഗ വരമുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ മുൻപിൽ ഓരോരം പ്രാർത്ഥിച്ചാലും ശരി, എന്റെ ഉള്ളിൽ വിശ്വാസമില്ല എങ്കിൽ ആമേൻ ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പറയുന്നത്, ആമേൻ, നിങ്ങളോട് ഞാൻ പറയും, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ നമ്മുടെ റൂമിൽ കയറണം, വാതിലടയ്ക്കണം, അതിനകത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
നമ്മൾ ഇപ്പോഴിരിക്കുന്ന മനോവേദനയുടെ നടുവിൽ നിലവിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇവിടെ ഇരുന്ന് നമ്മുടെ മനസ്സ് അനുവദിക്കുമോ അതിനെ? ഇപ്പോൾ ഇരിക്കുന്ന മനോവേദനയിലെ അനുവദിക്കുമോ? പൊട്ടിക്കരയാൻ പറ്റുമോ? നിലവിളിച്ച് കരയാൻ പറ്റുമോ? ആ അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ആമേൻ. മനസ്സ് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈഗോ നമ്മളെ അനുവദിക്കുന്നില്ല നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ. കടിച്ചു പിടിച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ആരുമില്ലാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് ആ റൂമിൽ കയറുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അവിടെ നമ്മൾ നമ്മുടെ നിലവിട്ട് കരഞ്ഞു പോകും. ഹല്ലേലൂയ. നിലവിട്ട് വിളിച്ചു പോകും. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മുട്ടിന്റെ മേൽ നിൽക്കേണ്ട നമ്മൾ തറയിൽ കിടന്നു ഉരുണ്ടുപോകും. അത്രയ്ക്കധികം വേദന നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. ദൈവാലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ച ദൈവാശ്രയത്തിൽ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഭവനത്തിലേക്ക് ചെന്നതിനു ശേഷം നമ്മൾ അറയിൽ പ്രവേശിക്കുകയും ഒറ്റയ്ക്കിരുന്ന കേട്ടതായ തിരുവചനത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് നടുവിൽ നിലവിളിയോട് നീ പ്രാർത്ഥിക്കുക. അതിന് നിനക്ക് പ്രതിഫലം കർത്താവ് തന്നിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് വീട്ടിനകത്ത് മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് തരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? പ്രാർത്ഥനയില്ല. പള്ളിയിൽ വന്നെന്ന് പറഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്ന് ആരും വിചാരിച്ചു കളയരുത്. കിട്ടത്തില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. ഇന്നിരിക്കുന്ന ഈ സാഹചര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് കർത്താവിന് നിലവിളിയോട് പ്രാർത്ഥിച്ചാൽ ആമേൻ, അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ലഭിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ എന്തുകൊണ്ട് ഇത്രയും ശക്തിയായി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വർഷക്കണക്ക് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഞാൻ. വർഷക്കണക്ക്. അവിടെ മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഞാൻ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ അന്വേഷിച്ച് ഒരു കൂട്ടം ജനം നടക്കും. അമ്മേൻ. എന്നെ അന്വേഷിച്ച് ഒരു കൂട്ടം ജനം നടക്കും. ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. 4 മണിയാകുമ്പോൾ ഇറങ്ങും. വരുന്നത് 1 മണിക്ക് ശേഷം 2-3 മണിക്കൂർ വീട്ടിൽ. എന്റെ വീട്ടിൽ താഴ്ഭാഗത്ത് ഒരു ഏലയുണ്ട്, ഏലാക്കൻ. അമ്മേൻ. അവിടെ ഒരു കാവുണ്ട്. അതിനകത്ത് ആരും പോകത്തില്ല. വള്ളികൾ കൊണ്ട് നിറഞ്ഞു കൂടൽ പിടിച്ചിരിക്കുന്ന സ്ഥലം. രാവിലെ മുതൽ വൈകുന്നത് വരെ ഇരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. കാവാണത്. കാവ്. പേടിച്ചാരും അതിനകത്ത് പോകത്തില്ല. അതിനകത്തിരുന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. യേശുവിന്റെ നാമത്തിൽ. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തിൽ ഒറ്റയ്ക്കിരുന്ന് ദിനങ്ങൾ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഓരോ രാത്രികളിൽ മുട്ടിന്മേൽ നിന്ന് മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാട് റോട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുൻപിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങൾ. ആമേൻ. അവിടെയെല്ലാം എന്നെ വിടുവിച്ചതോ എന്റെ വിശ്വാസത്തോടുകൂടെയ പ്രാർത്ഥന. വിശ്വാസത്തോടുകൂടെയായ പ്രാർത്ഥന. ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സ്ഥലത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ നമ്മൾ ചിലരുടെയൊക്കെ ഉള്ളിൽ ചില തോന്നലുകളൊക്കെ ഉണ്ട്. എന്റെ ലാഭത്തിന് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണെന്ന് ഒരിക്കലും ചിന്തിച്ചു കളയരുത്. ഹല്ലേലൂയ. ആമേൻ. എനിക്കിന്ന് സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ അനേക ഡിനോമിനേഷനോട് ചേർന്ന് നിന്ന് എനിക്കിന്നൊരു അച്ഛനായിട്ടിരിക്കാൻ പറ്റും. അനേക ഡിനോമിനേഷനിൽ നിന്ന് എന്നെ പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ പോകാതിരിക്കുന്നതിന്റെ കാരണം ആമേൻ, ദൈവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മഹത്വം ഈ പ്രാർത്ഥനാ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട്
ഹല്ലേലൂയ. 20,000 രൂപ മുതൽ 30,000 രൂപ വരെ ശമ്പളം തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ജനുവരിയിൽ പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. അമ്മേൻ, ഇവിടെ ഇരുന്ന് എന്ത് കിട്ടുമെന്ന് എന്റെ കൂടെ ഉള്ളവർക്കറിയാം. അമേൻ. എന്തുകൊണ്ടാ? മഹത്വവാനായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനോ മഹത്വപ്പെടുത്തുവാനോ ആരാധിക്കുവാനോ ഈ ഭൂമിയിലെ സമൃദ്ധികൾ നേടുവാനോ സമ്പത്ത് കൊണ്ട് നേടുവാൻ കഴിയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവാശ്രയവും ദൈവഭയവും ഇല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. കാരണം എന്തുകൊണ്ട്? അനേക സമ്പത്ത് കയ്യിലുണ്ടായിരുന്നു, ഒന്നും നേടിയിട്ടില്ല. വേദനകളും കണ്ണുനീരും മാത്രം ബാക്കിയായി. പക്ഷേ ദൈവസന്നിധിയിൽ ഞാൻ നിലവിളിയോട് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചതിന്റെ ഫലം കർത്താവിനെ ഓരോ ദിവസങ്ങൾ കഴിയും തോറും എന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതിന് നിങ്ങൾക്കും സാക്ഷികളാകുവാൻ കഴിയും. ഈ 60 ദിവസത്തെ ഉപവാസത്തിൽ 50-ാം ദിവസം നിൽക്കുമ്പോഴും ഓരോ 10 ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മുടെ ആരാധനയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. കാരണം എന്തുകൊണ്ട്? വിശ്വാസത്തോടും നിലവിളിയോടും കൂടെ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും. അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചതായ വാക്യത്തിൽ പറയുന്നത്, അവന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്ക് എന്റെ അടുക്കൽ വന്ന് അത് പ്രവർത്തിക്കാതെ മടങ്ങി പോകത്തില്ല. ഹല്ലേലൂയ. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടിയില്ല എന്ന് ഭാരപ്പെടുന്നവരെ, ഇന്ന് ദൈവസന്നിധിയിൽ ഇവിടെ നിന്ന് പ്രാപിച്ചെടുക്കുന്നതായ ശക്തിയുമായി ഭവനത്തിനകത്ത് ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുക. ഇന്ന് വലിയ വിടുതൽ നടക്കുവാൻ പോകുന്നു. നിന്റെ മേൽ ഒരുവനും ആമൻ ചവിട്ടി കയറത്തില്ല. നിന്റെ ജീവിതത്തിൽ ഒരുവനും, ഈ ഭൂമിയിലെ ഒരുവനും നിന്റെ മുൻപിൽ നിൽക്കത്തില്ല. നിന്റെ മുൻപിൽ വാതുറക്കത്തില്ല. നിന്റെ മുൻപിൽ ശബ്ദമുയർത്തത്തില്ല. നിന്റെ മുൻപിൽ കൈ ഓങ്ങത്തില്ല. കാരണം എന്തുകൊണ്ടാ? ജീവനുള്ളതായിരിക്കുന്ന യേശുവിന്റെ നാമവും ശക്തിയും എന്റെ മുൻപിൽ നിലനിൽക്കുന്നു. ഒരു ദോഷവും നിന്നെ തൊടുകയുമില്ല, ഭയപ്പെടുത്തുകയുമില്ല. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു? സാമ്പത്തികമായി നമ്മൾ വളരെ ഭാരപ്പെടുന്നവരാണ്. ഒരു ജനറേറ്റർ വാങ്ങണമെന്ന് നമ്മൾ വളരെയധികം വേദനയോടുകൂടെ വന്നവരാണ്. ഇനി തുച്ഛമായ സമ്പത്ത് മതി നമുക്കത് വാങ്ങുവാൻ. തുച്ഛമായ സമ്പത്ത്, ഒരു 3000 രൂപ മതി നമുക്ക് വാങ്ങുവാനും നമ്മുടെ അതിന്റെ പണികളെല്ലാം ചെയ്ത് തീർക്കുവാനും. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയം വെച്ച് മുട്ടിപ്പായി നിൽക്കുമ്പോൾ കർത്താവ് നമ്മെ ശക്തീകരിക്കും. ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും എണീച്ചു നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ, എന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലിനെ നീ എനിക്ക് തരയണമപ്പ. എന്റെ ജീവിതത്തിൽ എനിക്കൊരു രക്ഷയെ തരയണമപ്പ. ഹല്ലേലൂയ. ജീവിതത്തിൽ സമൃദ്ധി കൊണ്ട് ഞാൻ നിറയപ്പെടട്ടപ്പ. ദോഷങ്ങളും ഭാരങ്ങളും എന്റെ ജീവിതത്തിൽ നയിക്കണമേ അപ്പ. ഹല്ലേലൂയ. യേശുവേ, ഞാൻ നിന്റെ മകനാണപ്പ, ഞാൻ നിന്റെ മകളാണ് പിതാവേ. ഹല്ലേലൂയ. ജീവിതത്തിൽ അമേ ദോഷങ്ങളെല്ലാം മാറ്റുന്നതിനായി ഇഷ്ടം. പരിശുദ്ധനായിരിക്കുന്ന നല്ല യേശുവേ, ജീവിതത്തിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്ന മക്കളുടെ മേൽ രോഗങ്ങളെ നീ മാറ്റട്ടെ. പലവിധം ശാപത്തിന് നടുവിലിരിക്കുന്നവർക്ക് ശാപങ്ങളെ നീ മാറ്റട്ടെ. ഇന്ന് സമാധാനത്തിന്റെ ശക്തി കൊണ്ട് നീ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സകലർക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു പാട്ട് പാടും, അപ്പോൾ സ്തോത്ര കാഴ്ച ചെയ്യണം.
നൽകപ്പെട്ട കാണികകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായിരിക്കുന്ന നല്ല യേശുവേ, കാണികകളായി സമർപ്പിച്ചിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് നീ ആശീർവദിക്കണമേ. പിതാവെ, കൂടുതലായി ദൈവനാമത്തിന് ചിലവിടുവാൻ ഇവരെ ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരസ്യങ്ങളായി പറയാനുള്ള കാര്യങ്ങൾ കൂടെ നാളെ വൈകുന്നേരത്തിൽ 5 മണി മുതൽ 6:15 വരെ നമുക്ക് ആരാധന ഉണ്ടായിരിക്കും. 6:30 മണി മുതൽ 7:30 മണി വരെയും ആരാധന ഉണ്ടായിരിക്കും. ആരാധനകളിൽ നിങ്ങൾ കടന്നു വരുവാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനറേറ്ററിന് ഇനി കുറച്ച് രൂപ നമുക്ക് മതിയാകും. അതിലുപരിയായിട്ട് നമുക്ക് ഇതിനെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലിൻ്റെ ആവശ്യമുണ്ട്. പാരും പൈസ കൊടുത്ത് വാങ്ങിക്കണം. നിങ്ങളെ വീട്ടിലൊക്കെ കല്ല് കാണും, ഓളോബ്രിസ് കല്ല് 1-2 വീട്ടിൽ കാണും. ഉള്ളവർ അറിയിച്ചാൽ മതി, നമ്മൾ ഓട്ടോ കൊണ്ടുവന്ന് എടുത്ത് കൊണ്ടുവരും. അപ്പം നിങ്ങളെ വീട്ടിൽ എവിടെയെങ്കിലും കാണും, നിങ്ങൾ നോക്കി വെച്ചിരുന്നാലും 2-3 ഒന്നായിരുന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 1 ലക്ഷം എങ്ങനെ കൊടുക്കുന്നു വിചാരിച്ചായിരുന്നു വിളിച്ചാൽ മതി. നമുക്കൊരു 50 കല്ലിൻ്റെ ആവശ്യമാണ്. നമ്മളിപ്പോൾ വാങ്ങാൻ 2,000 രൂപ മുകളിലാകും. അപ്പോൾ മണൽ വരാൻ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മണലൊക്കെ വരി നമുക്ക് തരും. അപ്പോൾ നമുക്കത് വരുന്ന ദിവസത്തിൽ ഒരു ബുധനാഴ്ചക്കകത്ത് അപ്പോൾ അത് കിട്ടാൻ വളരെ സന്തോഷമായിരിക്കും. നമുക്കൊരു 5 കല്ല് ഇപ്പോൾ സ്പോൺസർ ചെയ്തു സാധനം. അപ്പോൾ 45 കല്ല് മതി. നമ്മളെല്ലാം കൂടി സഹിച്ചാൽ വരുന്ന ദിവസത്തിൽ കുറെ എണ്ണ് ഇടിച്ചു മാറ്റി ഭാഗത്ത് വച്ച് ലോക്ക് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. പൂട്ടിട്ട് പൂട്ടി വയ്ക്കാനായിട്ടാണ്. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും എണീച്ചിരിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായിരിക്കുന്ന നല്ല യേശുവേ, ഇന്നത്തെ ആരാധനയിൽ നിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഈ മക്കളെ സമാധാനത്തോടുകൂടെ ഭവനത്തിലേക്ക് നീ അയക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാന രക്ഷയും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം.